ഈശോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിൽ നമുക്കൊരു ദിവസം കൂടെ പൂർത്തിയാക്കാൻ സാധിച്ചു. കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന യോഹന്നാനെ പോലെ ഇന്ന് ശാന്തമായിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കുഞ്ഞു വിഷയമാണ്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈശോയ്ക്കൊന്ന് നന്ദി പറയുക. പ്രത്യേകമായിട്ട് പത്രോസ്ലീഹയൊക്കെ നമ്മളോട് പറഞ്ഞിരുന്ന കാര്യമുണ്ട്. ഈശോയെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക, പൂജിക്കുക. എന്നിട്ട് നമുക്കുള്ള ആ പ്രത്യാശയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. പത്രോസ്ലീഹ എടുത്തു പറയുന്ന ഒരു കാര്യമാണത്. അതായത് ഈശോയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും കർത്താവും സർവസ്വവുമായിട്ട് ഏറ്റുപറയുക. അത് നമുക്ക് വലിയ പ്രത്യാശ നൽകും. ഈശോ നമ്മുടെ പ്രത്യാശയാണ്. ആ ഈശോയെക്കുറിച്ച്, ആ പ്രത്യാശയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. വചനഭാഗം എവിടെയാണെന്നറിയോ? പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 15-ാമത്തെ വാക്യം. 1 പത്രോസ് 3:15. വചനം ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന എല്ലാവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. അപ്പോൾ പത്രോസിൽ എടുത്തു പറയാണ്, ഈശോയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഏറ്റവും ടോപ്പ് ലെവലിൽ നിർത്തിക്കോണം. കർത്താവായി ആരാധിക്കണം, പൂജിക്കണം. എന്നിട്ടോ നിങ്ങളുടെ ഉള്ളിൽ ആ പ്രത്യാശ, ഈശോ തരുന്ന പ്രത്യാശയെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈശോയെ ഇഷ്ടമാണ്. ഈശോയുടെ ഭയങ്കര സ്നേഹമാണ്. നമ്മളോട് ഈശോയ്ക്ക് അതിലും വലിയ സ്നേഹമാണ്. ആ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കണം എന്നാണ് പത്രോസിലെ ആവശ്യപ്പെടുക. നിങ്ങൾ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവജനങ്ങളോടൊക്കെ ആയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. ഈശോയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിൽ തുറന്നിടുക. ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. നിങ്ങൾക്കുള്ളതിനെല്ലാം ഒരു പുതിയ അർത്ഥവും കൂടെ ജീവിതത്തിൽ കിട്ടുമെന്നാണ് ജോൺ പോൾ പാപ്പ പറയുക. അതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ലേ? ഈശോയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ തുറന്നിടുക. ഈശോ കയറിക്കഴിഞ്ഞാൽ, ഈശോ നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനത്തായാൽ നമുക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ളതിനെല്ലാം പുതിയൊരർത്ഥം, പുതിയൊരു മാനം നമുക്കത് ലഭിക്കും. നമ്മുടെ ജോലിയിലേക്ക്, നമ്മുടെ പഠനം, നമ്മുടെ ശുശ്രൂഷയിലേക്ക്, നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് ഈശോയെ സ്വീകരിക്കുക. ഈശോ കിട്ടിയിട്ട് മതി ബാക്കി കാര്യം തീരുമാനിക്കുക. എല്ലാത്തിനും ഒരു പുതിയ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ജോൺ പോൾ പാപ്പ പറയുക. എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്: ഈശോയെ നിങ്ങൾ ഹൃദയത്തിലോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള അഗ്നി അവിടെ സൂക്ഷിച്ചു വെക്കാതെ മറ്റുള്ളവരോട് പറയുക. ഈശോയുമായൊരു ബന്ധത്തിലേക്ക് വരിക. ആ സ്നേഹബന്ധം അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം എന്നാണ്. നമുക്ക് നമ്മളിപ്പോൾ വചനമൊക്കെ എന്തോരം കേൾക്കുന്നില്ലേ? നമ്മൾ എന്തോരം നേരം പ്രാർത്ഥിക്കുന്നു. ഈശോയുമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ച പോലെ യോഹന്നാനെ പോലെ ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കാനുള്ള ഒരു ബന്ധമൊക്കെ നമ്മൾ അത് ആർജിച്ചെടുക്കാനൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതവിടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ. എനിക്ക് ഈശോയെ അറിയാം, എനിക്ക് ഈശോയെ ഇഷ്ടമാണ്, എനിക്ക് ഈശോയുടെ സ്നേഹമാണ്, ഇതിങ്ങനെ നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, അത് മറ്റുള്ളവരോട് പറയണം എന്ന് പറയുക. ഇപ്പം ഇവർ ഈ 3 പേരും പറഞ്ഞ കാര്യം ഓർക്കണേ. പത്രോസിലെ പറയാണ്, ഹൃദയത്തിൽ ഈശോയെ പൂജിക്കണം, എന്നിട്ട് ആ പ്രത്യാശയെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയാണ്, ഈശോയെ ഉള്ളിലോട്ട് സ്വീകരിച്ചോ, നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല, എല്ലാം അനുഗ്രഹമായിട്ട് മാറും. ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പ പറയാണ്, ഈ ഉള്ളിൽ ഈശോയെ സ്വീകരിച്ചാൽ മാത്രം പോരാ, ആ ഉള്ളിലുള്ള ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന്. പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇന്ന് ഉറങ്ങിയിട്ട് നാളെ പകൽ എപ്പോഴേലും ഒക്കെ ആയിട്ട് ആരോടെങ്കിലുമൊക്കെ ഇങ്ങനൊരു സുവിശേഷം, ഈ സുവിശേഷത്തിൻ്റെ ആനന്ദം, ഈശോ ഉള്ളിലുള്ളതിൻ്റെ ആനന്ദം ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കാവോ? നമ്മൾ കേൾക്കുന്നവർ മാത്രമായ പോരെന്ന്. നമ്മളിതൊക്കെ വചനം കാണാപ്പാടം പഠിക്കുന്നവരായ പോരാ. മറ്റുള്ളവരോട് പറ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 100 വചനങ്ങളൊന്നും കാണാതെ അറിയത്തുണ്ടാവില്ല. സാരമില്ല. നിങ്ങളുടെ ഉള്ളിൽ ഈശോയുടെ സ്നേഹമില്ലേ? ആ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോടൊന്ന് പറ. ചുമ്മാ കൂടെ ജോലി ചെയ്യുന്നവരോട് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളുടേതായ ഒരു അനുഭവമൊക്കെ വെച്ചുകൊണ്ട് ചുമ്മാ പങ്കുവയ്ക്കുക. നമ്മൾ എന്തോരം കാര്യങ്ങൾ എങ്ങനെ സംസാരിച്ച് സമയം കളഞ്ഞുകൊണ്ടിരിക്കണേ. നമ്മൾ എന്തോരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു ഉപകാരമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ടൈം വേസ്റ്റ് ആക്കാറില്ലേ? നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരോടെങ്കിലും ഈശോ നമുക്ക് തന്ന ആ ഒരു സ്നേഹത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ, വചനം വായിച്ചപ്പോൾ കിട്ടിയൊരു അനുഗ്രഹത്തെക്കുറിച്ച്, ബലിയർപ്പിച്ചപ്പോൾ കിട്ടിയൊരു സ്നേഹത്തെക്കുറിച്ചൊക്കെ അത് നിങ്ങൾ പറ. ആ ഒരു പ്രത്യാശ, നിങ്ങൾ ചിലപ്പോൾ വലിയ സങ്കടത്തിലായിരിക്കും എങ്കിലും ആ ഒരു സങ്കടത്തിൽ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം മറ്റുള്ളവർക്ക് കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ഈ 100 പേരോട് ഒന്നും പറയലായിരിക്കും, പറയുന്ന ഒരാൾക്ക് ഒരു കൃപയായാലോ. ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നയാൾ, നിങ്ങൾ ഈശോയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ജ്വലിക്കട്ടെ, അവരുടെ ഹൃദയം ജ്വലിക്കട്ടെ. അവരും സുവിശേഷ പ്രഘോഷമായിട്ട് മാറട്ടെ. നമ്മളിത് കേട്ടാൽ മാത്രം പോരാ, നമ്മളിത് അറിഞ്ഞാൽ മാത്രം പോരാ. ഈശോ നിങ്ങൾക്ക് തന്ന ആ സ്നേഹത്തിൻ്റെ ആനന്ദം ഈശോയിലൂടെ, ഈശോയുടെ വചനത്തിലൂടെ, വിശുദ്ധ ബലിയിലൂടെയൊക്കെ നമുക്ക് കിട്ടിയ ആനന്ദം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക. സുവിശേഷം വളർത്തുക. കർത്താവിൻ്റെ സ്നേഹം ലോകം മുഴുവൻ നമ്മിലൂടെ അറിയട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ കുഞ്ഞു കാര്യം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.
കർത്താവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാനന്ദം നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളെ നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.